നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കല്യാണ ആവശ്യത്തിനുള്ള പണം കൊടുത്ത് സഹായിക്കാനാണ് പെട്ടി തുറന്നതെന്ന് മനസ്സിലായി. നന്നായി പ്രകാശേട്ടാ. എന്നാ അത്ര നന്നാവണ്ട. ഞാനേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുഴുവനും കല്യാണത്തിനെടുത്ത് സഹായിക്കാനേ എന്റെ തലയ്ക്കിപ്പ പ്രാന്തൊന്നുമില്ല. ഇതേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ് കേട്ടാ. ഇത് സൂക്ഷിച്ചു വച്ചില്ലെങ്കിലേ എല്ലാ പരീക്ഷകളും കൂടി കൊള്ളയടിച്ചു കൊണ്ടുപോകും. ഒന്നാമത് ഇവിടെ കല്യാണ മാമാകത്തിനെ പൈസ ഇല്ലാതിരിക്കുക. പ്രകാശേട്ടാ, ഇത് കുറച്ച് കൂടിപ്പോയി. ഇതുവരെ നിങ്ങൾ ജീവിച്ചതും എന്നെ മോനെയും പോറ്റിയതൊക്കെ നിങ്ങളുടെ അച്ഛന്റെ പൈസ കൊണ്ടാ. അത് മറക്കരുത്. കല്യാണം നിങ്ങളുടെ കൂടപ്പറപ്പിന്റെയാ. സഹായിക്കാനുള്ള മനസ്സ് കാണിക്കണം. നീയേ ഒരു വീട്ടുജോലിക്കാരുടെ മോളല്ലേ? നിനക്ക് ആ നിലവാരത്തിലെ ചിന്തിക്കാൻ പറ്റൂ. ഈ പൈസയൊന്നും എനിക്ക് ഒറ്റയ്ക്ക് സൂഹിക്കാനുള്ളതല്ല. നിന്റെയും നിന്റെ മകന്റെയും ഭാവിയെ കരുതി സൂക്ഷിച്ചു വച്ചിരിക്കുന്നതാ. എന്റെ കെട്ടിയോളത് ഓർമ്മിക്കുന്നത് നല്ലതാ. എന്താ ഇപ്പൊ നിനക്കൊന്നും പറയാനില്ലേ? കാണില്ല. എടീ, ബുദ്ധി വേണം. വെറും ബുദ്ധിയല്ല, പ്രായോഗിക ബുദ്ധി. കല്യാണമൊക്കെ അങ്ങനെ നടന്നോളും. നമ്മളിനി ശ്രദ്ധിക്കാനുള്ളത് അച്ഛന ഓട്ടോമൊബൈൽ കമ്പനിയിൽ നിന്ന് പിരിയുമ്പോൾ കിട്ടാൻ പോകുന്ന പൈസയെ കുറിച്ചാണ്. സർക്കാർ ജോലിയൊന്നും അല്ലെങ്കിലും PF ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു തുക കിട്ടാതിരിക്കില്ല. അത് എങ്ങനെ ഈ പെട്ടിയിലാക്കുമെന്ന് നീ ചിന്തിക്കേ. മതി, കേട്ടിട്ട് എന്റെ തല പെരുക്കുന്നു. ഒരു മനുഷ്യന് ഇത്രയ്ക്ക് സ്വാർത്ഥത പാടില്ല. സ്വാർത്ഥത അത് എല്ലാവർക്കും ഉണ്ട്. എടീ, വയസ്സുകാലത്ത് മക്കൾ നോക്കിക്കോളൂന്ന് കരുതി മക്കളെ വളർത്തുന്നതിലും ഒരു സ്വാർത്ഥത ഇല്ലേ? എന്താ അതിന് സ്വാർത്ഥത എന്നല്ലേ പേര്? നിങ്ങൾ ഈ ജന്മം നന്നാവാൻ പോകുന്നില്ല. ഈ വീട്ടിൽ ആരെങ്കിലും ഒരാൾ നന്നാവുന്നുണ്ടെങ്കിൽ അത് ഈ പ്രകാശൻ മാത്രമായിരിക്കും. ഹലോ അമ്മ, ഞാൻ സതീശ. മോനെ, കല്യാണ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. ക്യാഷിന്റെ കാര്യത്തില് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. പറ്റുന്ന വിധത്തില് ഞാനും സഹായിക്കാം. അമ്മേ, ദേ ഇങ്ങേരുടെ വാക്കൊന്നും വിശ്വസിക്കല്ലേ. കയ്യിലൊരു 10 പൈസ എടുക്കാനില്ലെങ്കിലും തള്ളിനൊരു കുറവുമില്ല. ദേ അമ്മേ, ഇങ്ങേരെ നമ്പിയാലുണ്ടല്ലോ പിന്നെ പോയി. മോളെ, സാമ്പത്തികമായിട്ടൊന്നും സഹായിക്കണ്ട. കല്യാണത്തിന് നിങ്ങളെല്ലാരും നേരത്തെ കൂട്ടി എത്തിയാ മതി. അതെന്ത് പറിച്ചില്ല അമ്മേ. ഞാനും സതീഷേട്ടനും വരാതെ ഈ കല്യാണം നടക്കൂ? ഞങ്ങള് നേരത്തെ എത്തും കേട്ടോ. പിന്നെ സാമ്പത്തികമായിട്ട് ഇപ്പം ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റെല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ ഞങ്ങളുണ്ടാവും. അമ്മ വിഷമിക്കേ വേണ്ട. എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ മോളെ. ഒരു 100 കൂട്ടം ജോലി കിടപ്പുണ്ട്. വെച്ചോ 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 വെച്ചോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.